പെരുമാനിലെ എവിടെയാണ്? ഇക്കാന്റെ ബന്ധു വീടിന്റെ? പാത്തുത്താന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. 2 വീട് വ്യത്യാസം. ഇതിപ്പോ എത്ര കിലോ വേണ്ടി വരും? ഒരു 120. ഓൻ കെട്ടി 2 പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കടയിലുണ്ട് 1-2 മേശയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മേശ എടുത്ത് നിലത്തടിച്ചതാ. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങനെ ഇറച്ചി കൊടുത്തോ അവർക്ക്. എനിക്ക് ഇങ്ങനെ കിട്ടാക്കടം പിരിക്കലല്ല പണി. ഇനി ഉണ്ടാവൂല. അല്ല, ഞായറാഴ്ച അല്ലേ പരിപാടി? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പത്തിന് എത്തിയ പോരെ? ഓ, തിരക്കുണ്ടേ. അത് വേണ്ട, കാശൊക്കെ കാര്യം കഴിച്ചിട്ട് സമാധാനമായിട്ട് കൊടുത്താൽ മതി. എന്താ കബീറേ? പൈസ ഇപ്പൊ വേണ്ടേ? ഇക്ക പറഞ്ഞ പിന്നെ എന്തിനാ? നമ്മളെ കൊച്ചാക്കാൻ നോക്കുന്ന ഇടകള്ള. എന്നാ പിന്നെ അങ്ങോട്ട്. നീട്ടി കാശൊന്ന് വാങ്ങിച്ചൂടായിരുന്നാ? എന്റെ കാശിന്റെ കണക്ക് ഇസ്മായിൽക്കടെ അടുത്ത് എടുക്കണ്ട. ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്. ഫാത്തി, ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല, മുജിക്ക് എന്താ കേട്ടായിരുന്നേ? നിന്റെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക? ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? എനിക്കറിയാം. അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക് ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവ. അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? റംലു, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല, ഫാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു? നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്ക് എന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. ഫാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടുവോ? കെട്ടുവോന്ന് അത് മുജിയാ. മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും. നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഫാത്തിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാൽ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. ഇളയമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ.
കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരക്കേടുണ്ട് ഞാനിത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടുണ്ട്